കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനംനൊന്ത് ജസീല എന്ന യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ അയൽവാസികളും ബന്ധുക്കളും ഉൾപ്പെടെ സംശയനിഴലിലാണ്. കേസിൽ ചികിത്സിച്ച ഡോക്ടറെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടെ 30ഓളം പേരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. വിദേശത്തായിരുന്ന യുവതിയുടെ ഭർത്താവ് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇയാളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അയൽവാസികൾക്കുമെതിരെയാണ് യുവതിയുടെ കുടുംബം പരാതി നൽകിയത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. സ്വർണ്ണമോഷണക്കുറ്റം ആരോപിച്ചതിൽ മനംനൊന്ത് നാലത്തടുക്ക സ്വദേശിനി നബീസത്ത് ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. യുവതിയെ ചികിത്സിച്ച ഡോക്ടർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഉൾപ്പെടെ 30ഓളം പേരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. വിദ്യാനഗർ ഇൻസ്പെക്ടർ KP ഷൈൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജസീലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ വീട്ടുകാർക്കും അയൽവാസിക്കുമെതിരെയാണ് കുടുംബം വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയത്. ഇതിനിടയിൽ വിദേശത്തായിരുന്ന യുവതിയുടെ ഭർത്താവ് അമീർ നാട്ടിലെത്തി. ഇവരെയും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജസീല നാലത്തടുക്കയിലുള്ള വീട്ടിൽ വെച്ച് എലിവിഷം കഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച മരണപ്പെട്ടു. ബോവിക്കാനം പൊവ്വലിലെ ഭർത്തൃ വീട്ടിലാണ് ജസീല താമസിച്ചിരുന്നത്. 9.5 പവൻ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട് അയൽവീട്ടുകാർ ജസീലയ്ക്കെതിരെ ആദൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ജസീലയ്ക്കെതിരെ തെളിവുകൾ കണ്ടെത്താനായിരുന്നില്ല. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.